എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ഭാഗം കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളളവ്, അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും നമ്മളെ വീടുകളിൽ വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടാവും, അല്ലേ? വെള്ളം പിടിച്ചേക്കാനുള്ള ടാങ്കുകളുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, നമ്മളെ വീട്ടിലെ ടാങ്കിന് അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ അവിടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എത്ര കൊള്ളും. വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെ? അപ്പോൾ ഒരു കുപ്പിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കുപ്പിയിൽ ഇപ്പോൾ 1 ലിറ്റർ വെള്ളം കൊള്ളും, അല്ലെങ്കിൽ ഒരു 5 ലിറ്റർ വെള്ളം കൊള്ളും. മനസ്സിലായില്ലേ? അതായത് അതിന്റെ ഉള്ളളവിനെയാണ് നാം കപ്പാസിറ്റി എന്ന് പറയുക. അപ്പൊ നോക്കിയാൽ ഇവിടെ ഒരു പെട്ടി കാണാം, അല്ലെ? ഒരു പെട്ടി പോലത്തെ ഒരു പാത്രം ഉണ്ട്. ഇതിൽ ഇപ്പൊ ഒരു ടാങ്ക് ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ്? ഇതിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു വസ്തുക്കൾ എത്ര കൊള്ളും എന്നുള്ളതാണ് കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതായത് നാം ഇപ്പൊ പറഞ്ഞ് വോളിയം, അല്ലെ? അപ്പൊ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിന്റെ വോളിയം, അല്ലെ? അപ്പൊ അതിൽ എത്ര കൊള്ളും എന്ന് പറഞ്ഞാൽ അതിന്റെ വോളിയം. കപ്പാസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? അതിന്റെ വോളിയം കണ്ടാൽ മതി. അതാണ് കപ്പാസിറ്റി. മനസ്സിലായല്ലോ? പക്ഷെ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇപ്പൊ ഈ പെട്ടി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടാങ്ക് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ കപ്പാസിറ്റി കാണുമ്പോൾ നാം പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ എത്ര കൊള്ളും, അതാണ് കപ്പാസിറ്റി, അല്ലെ? നമുക്കറിയാം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് കപ്പാസിറ്റി, അല്ലെ? അതായത് വോളിയം. അപ്പൊ നമ്മളിവിടെ വോളിയം കാണുമ്പോൾ നോക്കിയാൽ ഇതാണ് നീളം, അല്ലെ? ഇത് നീളം, ഇത് ഇതിന്റെ വീതി, ഇത് ഇതിന്റെ ഹൈറ്റ്, അല്ലെ? പക്ഷെ ഇവിടെ നോക്കിയാൽ ഇത്രയും കട്ടിയുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മളിത് ടാങ്ക് ആണെന്ന് വിചാരിക്കുക. നമ്മൾ വേണമെങ്കിൽ ഈ ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഒരു ടാങ്ക് ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുറത്ത് നോക്കിയാൽ ഇവിടം മുതൽ ഇവിടം വരെ നീളമുണ്ട്, അല്ലെ? പക്ഷെ ഉള്ളിലെ നീളമോ ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളൂ, അല്ലെ? അതായത് ഇത് ഇഷ്ടികയുടെ കനാണത്, ഈ 4 സൈഡും, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കപ്പാസിറ്റി കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പുറത്തെ അളവ് എടുക്കാൻ പാടില്ല. എന്തെടുക്കണം? ഉള്ളിലെ അളവ്. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയാൽ ഇവിടെ ഇപ്പൊ ഒരു 80 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഒരു 80 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ എത്ര ആയിരിക്കും നീളം ഉണ്ടാവുക? 80 ഉണ്ടാവില്ല, അല്ലെ? ഒരു 70 മറ്റായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഏത് അളവാണ് എടുക്കേണ്ടത്? ഉള്ളിലെ അളവാണ് എടുക്കേണ്ടത്. അപ്പൊ ഉള്ളിലെ വീതി എടുക്കണം, ഉള്ളിലെ നീളവും ഉള്ളിലെ വീതിയുമാണ് എടുക്കേണ്ടത്. അതുപോലെ ഹൈറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഒരിക്കലും പുറത്തെ അളവ് നമ്മൾ എടുക്കില്ല. കപ്പാസിറ്റി കാണുമ്പോൾ എന്ത് വേണം? ഉള്ളിലെ അളവാണ് നാം എടുക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഏത് അളവായിരിക്കും തന്നിട്ടുണ്ടാവുക? അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന്റെ ഉള്ളളവുകൾ. മനസ്സിലായോ? ഇന്നർ സൈഡിന്റെ നീളങ്ങളായിരിക്കും, നീളവും വീതിയും ഒക്കെ നമുക്ക് തരാം. ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ വെളിച്ചെണ്ണ വാങ്ങും, അല്ലെ? കടയിൽ പോയി വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ എന്താ പറയും നമ്മൾ? അല്ലെങ്കിൽ മറ്റു മണ്ണെണ്ണ വാങ്ങും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വാങ്ങും. ഇതൊക്കെ വാങ്ങുമ്പോൾ എന്താ പറയുക നമ്മൾ? 1 ലിറ്റർ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ പാല് വാങ്ങുമ്പോൾ 1 ലിറ്റർ പാല് അല്ലെങ്കിൽ 1/2 ലിറ്റർ പാല് എന്നാണ് പറയുക, അല്ലെ? അപ്പൊ അവിടെ നമുക്കറിയാം വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ക്യൂബിക് സെന്റിമീറ്റർ, അല്ലെ? ക്യൂബിക് സെന്റിമീറ്ററിലാണ് നമ്മൾ പറയുക. അപ്പൊ അതല്ലെങ്കിൽ നമ്മൾ പറയും ക്യൂബിക് മീറ്റർ, അല്ലെ? ക്യൂബിക് മീറ്റർ. ഈ 2 യൂണിറ്റിലാണ് നമ്മൾ പറയുക, അല്ലെ? പക്ഷെ നമ്മൾ പാല് വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ എന്താ പറയാ? നമ്മൾ, അല്ലെ, 1 ലിറ്റർ പാല് അല്ലെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ, അല്ലെ? അവിടെ നമ്മൾ പറയാ ലിറ്റർ, അല്ലെ? അപ്പൊ ഈ ലിറ്ററും ഈ ക്യൂബിക് സെന്റിമീറ്റർ തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പൊ നമ്മൾ ഒരു പാത്രം വിചാരിക്കുക. ഇപ്പൊ ഇതിന്റെ നീളം ഇതേ രൂപത്തിലൊരു പാത്രം. ഓക്കെ. ഇതിന്റെ നീളം ഒരു 10 സെന്റിമീറ്റർ, ഇതിന്റെ വീതി ഒരു 10 സെന്റിമീറ്റർ, ഇതിന്റെ ഹൈറ്റും ഒരു 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എങ്ങനെ കാണാം? നമ്മൾ വോളിയം കാണാൻ പഠിച്ചാണ്, അല്ലെ? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്, അല്ലെ? അപ്പൊ വോളിയം ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 ഇൻറ്റു 10. എത്ര വരും? 1 ഇട്ടിട്ട് 3 0, അല്ലെ? അപ്പൊ 1000 സെന്റിമീറ്റർ ആയതുകൊണ്ട് ക്യൂബിക് സെന്റിമീറ്റർ, അല്ലെ? ഇതാണ് ഇതിന്റെ വോളിയം. അപ്പൊ ഈ 1000 ക്യൂബിക് സെന്റിമീറ്ററിനാണ് നാം എന്ത് പറയുക? 1 ലിറ്റർ എന്ന് പറയുക. മനസ്സിലായില്ലേ? അതായത് ഈ പാത്രത്തിൽ ഇപ്പൊ എത്ര പാല് കൊള്ളും, അല്ലെങ്കിൽ എത്ര വെളിച്ചെണ്ണ കൊള്ളും? 1 ലിറ്റർ വെളിച്ചെണ്ണ കൊള്ളും. അപ്പൊ 1 ലിറ്റർ വെളിച്ചെണ്ണ കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു പാത്രത്തിൽ എത്ര വെളിച്ചെണ്ണ കൊള്ളോ അതാണ് 1 ലിറ്റർ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എത്ര വെള്ളം കൊള്ളും അതാണ് 1 ലിറ്റർ. അപ്പൊ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. അപ്പൊ അത് എപ്പോഴും ഓർമ്മ വേണം. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് മറക്കരുത്. 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ.
ഒരു കള്ളിയൊക്കെ വരച്ച് എഴുതി വെക്കുക, കാരണം നമുക്ക് എപ്പോഴും ആവശ്യം വരും. നമ്മൾ 1 ലിറ്റർ പാല് വേണമെന്ന് നമ്മൾ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര പാലാ തരാ? 1000 ക്യൂബിക് സെന്റിമീറ്റർ പാലാണ് തരിക, അല്ലേ? ഇനി നാം തിരിച്ചു ചോദിച്ചാലോ, കടയിൽ പോയിട്ട് നമ്മൾ പോയിട്ട് കടയിൽ പോയി ചോദിക്കുകയാണ്, എന്താ മോനെ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 1000 ക്യൂബിക് സെന്റിമീറ്റർ വെളിച്ചെണ്ണ വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്താ പറയുക, അല്ലേ? കടക്കാരൻ ഇപ്പൊ ഇതിനെക്കുറിച്ച് അറിയുള്ള കടക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും? 1 ലിറ്റർ പാലം കിട്ടും, അല്ലെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തു തരും. അതല്ലെങ്കിൽ എന്തായിരിക്കും മറുപടി, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 1000 ക്യൂബിക് സെന്റിമീറ്ററിനോ 2000 ക്യൂബിക് സെന്റിമീറ്റർ ഒന്നും പറയില്ല. പാല്, വെളിച്ചെണ്ണ, അല്ലെ, അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എന്താ പറയുക? നമ്മൾ ലിറ്ററിലാണ് പറയുക. അപ്പൊ ലിറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ? 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്ക് ഇനി അടുത്ത ചോദ്യങ്ങൾ ചെയ്യാനുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 45 നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ദി ഇന്നർ സൈഡ്സ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് ആർ ഓഫ് ലെങ്ത് 4 സെന്റിമീറ്റേഴ്സ്. അതായത് ഒരു ക്യൂബിക്കൽ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമചതുര, അല്ലെ? അപ്പൊ സമചതുരാകൃതിയിലുള്ള ഒരു പെട്ടി, അതിന്റെ സൈഡുകളുടെ നീളം, ഓരോ വശങ്ങളുടെ നീളം 4 സെന്റിമീറ്റർ വെച്ചാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? നമുക്കറിയാം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളളവ്, അല്ലെ? അതായത് നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? അതായത് അതിന്റെ വോളിയം കണ്ടുപിടിക്കണം, വ്യാപ്തം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം, അല്ലെ? അതിലൊരു ചോദ്യം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ചെയ്തിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ നമുക്കറിയാം കപ്പാസിറ്റി, ഉള്ളളവ് ചോദിച്ചു കഴിഞ്ഞാൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്, അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ സമചതുരത്തിന്റെ ആകൃതിയിലുള്ള ഒരു പെട്ടിയാണ്, ഇതേ രൂപത്തിലൊരു പെട്ടി. ഓക്കെ, അപ്പൊ ഇതിന്റെ നീളം എത്രയാണ്? 4 സെന്റിമീറ്റർ, അല്ലെ? വീതി 4 സെന്റിമീറ്റർ, ഇതിന്റെ ഹൈറ്റും 4 സെന്റിമീറ്റർ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എഴുതാം L ഈസ് ഈക്വൽ ടു നീളം 4 സെന്റിമീറ്റർ, വീതി B ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ, H ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ആണെങ്കിൽ കപ്പാസിറ്റി, ഉള്ളളവ്, കപ്പാസിറ്റി ഈക്വൽ ടു എന്ത് വരും? L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അല്ലെ? L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു L എത്രയാണ്? 4 ഇൻറ്റു 4 ഇൻറ്റു 4. 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 4 ഗുണിച്ചോക്കെ 16 ഇൻറ്റു 4 64 നമുക്ക് കിട്ടും. അപ്പൊ 64 എല്ലാം സെന്റിമീറ്റർ, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് വേണം? ക്യൂബിക് സെന്റിമീറ്റർ. ഇനി അടുത്തെന്താണ് അവർ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 2 സെന്റിമീറ്റേഴ്സ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻ ഇറ്റ്? അതായത് 2 സെന്റിമീറ്റർ നീളവും വീതിയും ഹൈറ്റുമുള്ള ചതുരക്കട്ടകൾ, അല്ലെ? എത്ര എണ്ണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും നോക്കി. അപ്പൊ അതിന്റെ വീതി എത്രയാണ്? അതായത് നോക്കിയാൽ 2 സെന്റിമീറ്റർ നീളവും വീതിയും ഹൈറ്റുമുള്ള ചതുരക്കട്ടകൾ. ഇവിടെ 2, ഇവിടെ 2, ഇവിടെയും 2, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഇതുപോലത്തെ എത്ര ചതുരക്കട്ടകൾ വെക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉള്ളിൽ അതിന്റെ അളവ് 2, 2, 2, ഹൈറ്റും 2. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2 രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. നമ്മൾ ഈ പഠിച്ച രൂപത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആദ്യം ഈ ചെറിയ ചതുരക്കട്ടയുടെ വോളിയം ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് എഴുതാം വോളിയം ഓഫ് എ ക്യൂബ്. അപ്പൊ മലയാളം മീഡിയക്കാരൻ എഴുതണം ഒരു സമചതുരക്കട്ടയുടെ വോളിയം, വ്യാപ്തം, അല്ലെ? അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തം എത്ര വരും? നമുക്കറിയാം നീളം വീതിയും ഹൈറ്റും അറിയാലോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2, അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 ഇൻറ്റു 4, 4 ഇൻറ്റു 2, 8. അപ്പൊ 8 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഒരു ചതുരക്കട്ടയുടെ വോളിയം, അല്ലെ? അപ്പൊ നമുക്ക് എത്ര എണ്ണം വെക്കാൻ പറ്റും ഇതിൽ? ഇവിടെ നമുക്ക് മൊത്തം 64 എണ്ണം ഉണ്ട്, അല്ലെ? 64 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇതിൽ മൊത്തം വോളിയം. അപ്പൊ അതിൽ നമുക്ക് 8 ക്യൂബിക് സെന്റിമീറ്റർ ഉള്ള എത്ര എണ്ണം വെക്കാൻ പറ്റും? 64 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെ? അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ക്യൂബ്സ്, ക്യൂബുകളുടെ സമചതുരക്കട്ടകളുടെ എണ്ണം എങ്ങനെ കിട്ടും? മൊത്തം 64 ആണ് ഇതിന്റെ മൊത്തം കപ്പാസിറ്റി. അപ്പൊ അങ്ങനത്തെ 8 എണ്ണം, അല്ലെ? 8 എണ്ണമുള്ള എത്ര എണ്ണം വെക്കാൻ പറ്റും നമുക്ക്? 64/8 എത്രയാണ്? 8 ഇൻറ്റു 8 64, അല്ലെ? അപ്പൊ 8 എണ്ണം, 8 നമ്പേഴ്സ്, 8 എണ്ണം നമുക്കിതിൽ അടക്കി വെക്കാൻ പറ്റും. അപ്പൊ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? ദി ഇന്നർ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ടാങ്ക് ആർ 7 സെന്റിമീറ്റേഴ്സ്, 80 സെന്റിമീറ്റേഴ്സ് ആൻഡ് 90 സെന്റിമീറ്റേഴ്സ്.
ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ. അതായത് നമുക്ക് എന്താണ് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ടാങ്ക് അല്ലെ, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ടാങ്കിന്റെ നീളവും വീതിയും ഉയരമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എത്ര വെള്ളം കൊള്ളുന്നതാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, നീളം എത്രയാണ്? നീളം 70, വീതി 80. അത് നമുക്ക് നീളം വീതി അങ്ങോട്ട് മാറിയാലൊന്നും കുഴപ്പമില്ല. 80, ഹൈറ്റ് 90 അല്ലെ. ഇതിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ചോദ്യം ശ്രദ്ധിക്കുക, എത്ര ലിറ്റർ വെള്ളം കൊള്ളും. അപ്പൊ നമ്മൾ കപ്പാസിറ്റി ചോദിച്ചാൽ എന്ത് വേണം? നമ്മൾ വോളിയം കാണണം അല്ലെ. അപ്പൊ നമുക്ക് ലെങ്ത് എത്രയാണ്? 70. ഇതിന്റെ ബ്രെഡ്ത്ത് 80. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ, നീളം കുറവല്ലേ വീതി കൂടെ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാലൊന്നും ഇതിൽ കുഴപ്പമില്ല. എല്ലാം കൂടി ഗുണിക്കേണ്ടതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ലെങ്ത് 70 ആണെങ്കിൽ ഇത് 80. അടുത്ത് നമുക്ക് ഹൈറ്റ് നമുക്ക് 90. ഇതെന്തിനാണ് നമുക്ക് അളവ് വന്നിട്ടുള്ളത്? ഒക്കെ സെന്റിമീറ്റർ അല്ലേ. അപ്പൊ സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ഇതിന്റെ വോളിയം കാണണം അല്ലെ. കപ്പാസിറ്റി എന്ന് വെച്ചാൽ വോളിയം. അപ്പൊ വോളിയം അതായത് വ്യാപ്തം സീക്വൽ എന്ത് വരും? 70 × 80 × 90 L × B × H അല്ലെ. അപ്പൊ ആദ്യം നോക്കിയാൽ ആദ്യം ഇവിടെ 0 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് തൽക്കാലം 0നെ മാറ്റി നിർത്തിയിട്ട് ഇവരെ മാത്രം ഗുണിക്കാം. അപ്പൊ 7 × 8 എത്രയാണ്? 7 × 56 അല്ലെ. 56 കിട്ടി. 56 നമ്മൾ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും 9 × 6 54 അല്ലെ. 5 9 45 5 50. അപ്പൊ നമുക്ക് 504 കിട്ടി അല്ലെ. അപ്പൊ 504 കിട്ടി. ഇനി എന്ത് ബാക്കിയുണ്ട്? ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0. 3 0 ബാക്കിയില്ലേ? ആ 3 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതിന്റെ വോളിയം എത്ര കിട്ടി? ഇത്രയും എന്ത് സെന്റിമീറ്റർ ആയതുകൊണ്ട് ക്യൂബിക് സെന്റിമീറ്റർ. ഇനി നമ്മോട് എങ്ങനെ ചോദിച്ചിട്ടുള്ളത്? ഇതിൽ എത്ര ക്യൂബിക് സെന്റിമീറ്റർ അല്ല ചോദിച്ചിട്ടുള്ളത്, എത്ര ലിറ്റർ വെള്ളം കൊള്ളും അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ ലിറ്റർ ആക്കണം. അതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നാം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അത് ഇവിടെ നമുക്ക് ആവശ്യമായി വന്നു അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു 1000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ് അല്ലെ. ഇതാണ് നമ്മൾ അല്പം മുമ്പ് പഠിച്ചു നിർത്തിയത്. അങ്ങനെയാണെങ്കിൽ 2000 ക്യൂബിക് സെന്റിമീറ്റർ എത്ര ലിറ്റർ ആയിരിക്കും? എത്രയായിരിക്കും? 1000 1 ലിറ്റർ ആണെങ്കിൽ 2000 എത്ര ആയിരിക്കും? 2 ലിറ്റർ അല്ലെ. 2 ലിറ്റർ. ഇനി 5000 ആണെങ്കിലോ? 5000 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ 5 ലിറ്റർ അല്ലെ. 5 ലിറ്റർ അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ എത്ര ലിറ്റർ ആയിരിക്കും? 1000 ക്യൂബിക് സെന്റിമീറ്ററിന് 1 ലിറ്റർ. 5000 ആണെങ്കിൽ 5 ലിറ്റർ, 2000 ആണെങ്കിൽ 2 ലിറ്റർ. ഈ 2000 അല്ലെ, ഈ 3 പൂജ്യം മാറ്റി കളഞ്ഞാൽ മതി അല്ലെ. 3 പൂജ്യം നീക്കി കഴിഞ്ഞാൽ അത്ര ലിറ്റർ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് 3 പൂജ്യം മാറ്റി വയ്ക്കാം. ബാക്കി എത്ര വരും? 504 അല്ലെ. അപ്പൊ 504 ലിറ്റർ. മനസ്സിലായില്ലേ? 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ക്യൂബിക് സെന്റിമീറ്ററിന് 1 ലിറ്റർ. അതായത് 3 പൂജ്യം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. 2000 എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ, 3 പൂജ്യം ക്യാൻസൽ ചെയ്തു. 5000 എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ, 3 പൂജ്യം ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 3 പൂജ്യം ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ബാക്കി എത്ര വരും? 504 ലിറ്റർ. അപ്പൊ അത് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ദി ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ആർ 90 സെന്റിമീറ്റേഴ്സ് ആൻഡ് 40 സെന്റിമീറ്റേഴ്സ്. അതായത് റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെ, ഒരു ചതുരത്തിന്റെ ആകൃതിയുള്ള ഒരു ബോക്സിന് അതിന്റെ നീളം 90 ആണ്, വീതി 40 ആണ്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് 180 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അതിൽ 180 ലിറ്റർ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ ഹൈ ഈസ് ദി വാട്ടർ ലെവൽ? അതിൽ എത്ര ഉയരത്തിൽ വെള്ളം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യാറുള്ള ചോദ്യത്തിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇവർ അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് ഒരു ചതുരാകൃതിയിലുള്ള ഒരു പെട്ടി, ഒരു ബോക്സ്. അപ്പൊ നമുക്ക് നോക്കിയേ, ചതുരാകൃതിയിലുള്ള ഒരു ബോക്സ്. ഓക്കെ, ഇത് ചതുരാകൃതിയിലുള്ള ബോക്സ് അല്ലെ. ഇതിന്റെ നീളം എത്രയാണ്? 90 സെന്റിമീറ്റർ. പിന്നെ വീതിയോ 40 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. ഇനി എന്താണ് തന്നിട്ടുള്ളത്? പിന്നെ ഇതിന്റെ വോളിയം, അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് അതിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം എത്രയാണ്? 180 ലിറ്റർ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം, 180 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, ഉയരം നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. നമ്മൾ ഇതുവരെ ചെയ്തെന്താണ്? നമുക്ക് നീളവും വീതിയും ഉയരം തന്നിട്ട് വോളിയമാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് നീളവും വീതിയും തന്നു, പിന്നെ വോളിയം തന്നു. ഇതിൽ നമ്മൾ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം.
മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും 4 അളവുകൾ, നീളം, വീതി, ഉയരം അല്ലെ, പിന്നെ വോളിയം. അപ്പൊ ഇതിൽ എപ്പോഴും നമുക്ക് 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിലെന്താ നമ്മൾ സാധാരണ എന്താ ചെയ്തത്, നീളം, വീതിയും ഹൈറ്റും തന്നിട്ട് വോളിയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ ഒന്ന് മാറ്റിയിട്ട് നീളവും വീതിയും വോളിയവും തന്നു, വ്യാപ്തവും തന്നു. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഒരു ചെറിയ മാറ്റം ഉണ്ട് ചോദ്യത്തിന് അല്ലെ. അപ്പൊ ഇവിടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, L നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 90 സെന്റിമീറ്റർ. ഓക്കെ. ബി ബ്രെഡ്ത്ത്, വീതി നമുക്ക് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ. ഓക്കെ. ഇനി നമുക്ക് എച്ച് നമുക്കറിയില്ല, എച്ച് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് പകരം അവരെന്ത് തന്നു, വോളിയം, വ്യാപ്തം തന്നിട്ടുണ്ട്. എത്രയാണ് വ്യാപ്തം? അതായത് കപ്പാസിറ്റി അല്ലെ, 180, 180 ലിറ്റർ. അതും ശ്രദ്ധിക്കണം, ലിറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ ഈ 4 അളവിൽ ഏതെങ്കിലും 3 എണ്ണം തന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ വോളിയം തന്നിട്ടില്ല, നമുക്ക് ഇത് 3 കൂടി ഗുണിച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് വോളിയം തന്നു, എച്ച് കണ്ടുപിടിക്കണം അല്ലെ. പക്ഷെ ഇവിടെ വീണ്ടും ചെറിയൊരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് അളവുകൾ തന്നിട്ടുള്ളത് നീളം 90 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത് അല്ലെ, വീതി സെന്റിമീറ്റർ. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. വോളിയം ലിറ്റർ ആണ് അല്ലെ. നമുക്കറിയാം, നമുക്ക് ഈ 3 അളവുകളും സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ, ലിറ്ററിലാണോ കിട്ടുക? അല്ല അല്ലെ, ക്യൂബിക് സെന്റിമീറ്ററിലാണ് നമുക്ക് ഉത്തരം കിട്ടുക അല്ലെ. പക്ഷെ ഇവിടെ ഇവര് തന്നിട്ടുള്ളത് ലിറ്ററിലാക്കി തന്നിരിക്കുക. അപ്പൊ നാം എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് എന്താക്കുക, ഈ 180 ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ആക്കേണ്ടത്, കാര്യം മനസ്സിലായില്ലേ? കാരണം ഇത് നമുക്ക് സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ സെന്റിമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുക ക്യൂബിക് സെന്റിമീറ്ററിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നാം എന്ത് ചെയ്യാം, ഇതിനെയും ക്യൂബിക് സെന്റിമീറ്ററിലാക്കി മാറ്റണം. അപ്പൊ എത്ര വരും? നമ്മൾ പഠിച്ചു അല്ലെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ. അത് നമ്മൾ പഠിച്ചാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 150 ലിറ്റർ എത്രയായിരിക്കും? 150 ലിറ്റർ എത്ര ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും? 1 ലിറ്റർ 1000 ക്യൂബിക് സെന്റിമീറ്റർ. 2 ലിറ്റർ ആണെങ്കിൽ 2000 ക്യൂബിക് സെന്റിമീറ്റർ. 5 ലിറ്റർ ആണെങ്കിൽ 5000 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ. അങ്ങനെയാണ് 150 ലിറ്റർ ആണെങ്കിൽ 150 ഇൻറ്റു 1000 അല്ലെ. അപ്പൊ 150 ഇൻറ്റു 1000 സീക്വൽ ടു എന്ത് വരും? 150 അല്ലെ. 1000 കൊണ്ട് ഗുണിക്കാൻ പകരം എന്ത് ചെയ്താൽ മതി, 150 ഇട്ടിട്ട് ഇവിടെ എത്ര പൂജ്യം? 1 2 3 പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക. അത്ര എന്തിലേക്ക്, ലിറ്ററിൽ നമ്മൾ മാറ്റിയിട്ട് ക്യൂബിക് സെന്റിമീറ്റർ ആയി. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ക്യൂബിക് സെന്റിമീറ്റർ കിട്ടി വോളിയം. ഇനി നമുക്കറിയാം വോളിയം കാണെങ്കിൽ എല്ലും ബിയും എച്ചും തമ്മിൽ ഗുണിച്ചാൽ മതിയില്ലേ, അതല്ല വോളിയം. അപ്പൊ അതായത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതാണ് നമ്മുടെ വോളിയം. ശരിയല്ലേ? ഇവിടെ L നമുക്കറിയാലോ 90 ഇൻറ്റു ബി നമുക്കറിയാലോ 40 ഇൻറ്റു എച്ച് നമുക്കറിയില്ല അല്ലെ. എച്ച് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എച്ച് തന്നെ എഴുതി. അവിടെ എച്ചിനെ കണ്ടുപിടിക്കേണ്ടത് സീക്വൽ ടു എത്ര കിട്ടും നമുക്ക്? വോളിയം എത്രയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത്? 18 ഇട്ടിട്ട് 0 0 0 0 ഒരു 4 0. അപ്പൊ ഇത് 3 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര കിട്ടണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എച്ച് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 90 40 തമ്മിൽ ഗുണിച്ചു നോക്കാം. 9 ഇൻറ്റു 4 എത്രയാണ്? 9 ഇൻറ്റു 4 36 അല്ലെ, 36. പിന്നെ ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0, ആ 2 0 കൊണ്ട് ഇട്ട് കൊടുത്തു. അപ്പൊ ഇത് തമ്മിൽ ഗുണിച്ചു ഇൻറ്റു എച്ച് സീക്വൽ ടു എച്ച് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ ഇത് നമ്മൾ എഴുതി 18 0 0 0 0. ഇനി നമുക്ക് ഇതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എച്ച് സീക്വൽ ടു എന്താവും? ഇവിടെ നോക്കിയേ, 5 ഇൻറ്റു എ സീക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ എയുടെ വില എത്രയായിരിക്കും? 5നെ എ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 10 കിട്ടി. അങ്ങനെയാണ് എയുടെ വില എത്രയായിരിക്കും? ഒരു സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 10 കിട്ടണമെങ്കിൽ എയുടെ വില 2 ആണ് അല്ലെ, 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 5 10. ഈ എയുടെ വില നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇവിടെയുള്ള 10ന് ഇപ്പുറത്തുള്ള 10നെ നാം എന്ത് ചെയ്തു? 10നെ നാം ഈ 5 കൊണ്ട് ഹരിച്ചു അല്ലെ. അപ്പൊ 10/5 ഈക്വൽ ടു 2. ഇങ്ങനെയാണ് നമുക്ക് 2 കിട്ടുക അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 3600 എച്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഇത് കിട്ടി. അങ്ങനെയാണ് എച്ചിന്റെ വില കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 10നെ 5 കൊണ്ട് ഹരിച്ച പോലെ ഇതിനെ നമ്മൾ 3600 കൊണ്ട് ഹരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. 18,0,0,0,0 ബൈ ഏത് കൊണ്ട് ഹരിക്കണം? നമ്മളിവിടെ 5 കൊണ്ട് ഹരിച്ച പോലെ 3600 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം 0 അല്ലെ, ഇവിടെ 0 ഇവിടെ 0 എളുപ്പം ക്യാൻസൽ ആയിപ്പോയി. ഇവിടുത്തെ 0 ക്യാൻസൽ ആയിപ്പോയി. ഇനി നോക്കി, ഇനി 1800/36 ഇതാണ് ഉള്ളത്.
ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ എന്ത് ചെയ്യണം, നമ്മൾ 2 കൊണ്ട് ആദ്യം നമ്മൾ മുമ്പ് ചെയ്തില്ലേ അതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ചെറുതാക്കി കൊണ്ടുവരാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ എന്ത് വരും നോക്കിയാൽ 1836 അല്ലെ. നമുക്ക് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ 18 എത്ര 2 ഉണ്ട്? 9 2 അല്ലെ. 18 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഇതിനെ 18 9 2, പിന്നെ ഇവിടെ 2 0 ഉണ്ട് അല്ലെ. അപ്പൊ 2 0 നമ്മൾ ഇട്ടു ബൈ. അങ്ങനെയാണെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം എത്രയാണ് കിട്ടുക നമുക്ക് 18. ഇനി നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും അല്ലെ? 900 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 450 കിട്ടും അല്ലെ, 450 കിട്ടും. ഇതിന് 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 9 കിട്ടും. അപ്പൊ ഇനി ഇവിടെ നോക്കിയാൽ 450/9. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ 9ന്റെ ടേബിളിൽ 45 ഉണ്ട്, 45 ഉണ്ട് അല്ലെ. 9 × 5 45. അപ്പൊ നമുക്ക് 9 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. 45 എത്ര 9 ഉണ്ട്? 5 9 അല്ലെ. അപ്പോൾ 5 9 9 × 5 45. പിന്നെ ഒരു 0 ഇല്ലേ, 0 = 50. അപ്പൊ നമുക്ക് h കിട്ടി 50 സെന്റിമീറ്റർ അല്ലേ, അതുകൊണ്ട് ഇവിടെ സെന്റിമീറ്റർ എഴുതി. ഇനി പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്നവർക്ക് നോക്കിയാൽ 18 ഉണ്ട്, ഇവിടെ 36 ഉണ്ട് അല്ലെ. 2നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 × 2 18, 9 × 4 36 അല്ലെ. അപ്പൊ നമുക്ക് 2നെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കണ്ടില്ലേ? അപ്പൊ നമുക്ക് 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടി, പിന്നെ 1 2 2 0 നമ്മൾ ഇട്ടു ബൈ 36നെ 9 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 4. അപ്പൊ അവര് 200/4 കിട്ടിയവർക്ക്. അപ്പൊ 200/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ? 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 × 4 20 അല്ലെ. 20ൽ 5 4 ഉണ്ട്, അപ്പൊ 5 ഇട്ടു, പിന്നെ ഒരു 0 കണ്ട. അപ്പൊ അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചോദ്യം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 4 അളവിൽ ഒരളവ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിലാണ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ലിറ്ററിലാണെങ്കിൽ ഇതെല്ലാം സെന്റിമീറ്റർ, അപ്പൊ നമ്മൾ ലിറ്റർ എന്നുള്ളത് നമ്മൾ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് മാറ്റി. കണ്ടില്ലേ? ആ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇത് 3 കൂടി ഗുണിച്ചപ്പോൾ നമുക്ക് വോളിയം കിട്ടണം. അപ്പൊ അറിയാത്ത സംഖ്യ, അറിയാത്ത h അവിടെ തന്നെ കിടന്നു അല്ലെ. എന്നിട്ട് ഇപ്പുറത്തുള്ളതിനെ നമ്മൾ ഇപ്പുറത്തുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? h കിട്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 1-2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്ത് തന്നെ പഠിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.